അവസാനം പിച്ചള വിളിച്ചപ്പോ എന്താ പറഞ്ഞത് ബാലേട്ടാ? കുഞ്ഞിമണിയെ പിച്ചള തിരികെ കൊണ്ടുവരും എന്ന പ്രതീക്ഷയിൽ വയലോരം വീട്. കുഞ്ഞുമണിയെ താനാണ് കൊണ്ടുപോയതെന്ന് കാശി പിച്ചളയോട് സമ്മതിക്കുന്നു. നീലാംബരിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞുമണിയെ മോചിപ്പിക്കുമെന്ന് പിച്ചള. നീലാംബരിയെ ഉടൻ പിടികൂടുമെന്ന് CI മുംതാസ്. തുടർന്ന് കാണുക. ഒരു കാര്യം കൂടി പറഞ്ഞു തരണം. ആ സ്ഥലം, കുഞ്ഞുമണി ഉൾപ്പെടെയുള്ള ആ കുട്ടികളെ താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലല്ലേ, അതെവിടെയാ? കുട്ടികളെ തട്ടിയെടുക്കുന്ന മാഫിയ സംഘത്തിൽപ്പെട്ട ഓരോരുത്തരായി പിടിയിലായിക്കൊണ്ടിരിക്കുക. ബൽരാമൻ SI വരെ പിടിയിലായി. SI പിടിയിലായി. ഇനി ആ നീലാംബരിയും പിടിയിലാവും. നിന്നെയും ഞങ്ങൾ പോലീസിന് കൊടുക്കും. അതെ, മുംതാസ് മാഡം വിചാരിച്ചാൽ നിന്നെ രക്ഷിക്കാനാവും. അങ്ങനെ രക്ഷിക്കണമെങ്കിൽ ആ താവളം കാണിച്ചു തരണം. താവളത്തെക്കുറിച്ച് പോലീസിന് ഏകദേശ ധാരണയൊക്കെ കിട്ടിയിട്ടുണ്ട്. ബലരാമൻ SIയെ ഇടിച്ചു പിഴിഞ്ഞ് പോലീസുകാർ വിവരങ്ങളൊക്കെ എടുക്കും. അതിനു മുമ്പ് ഞങ്ങൾക്ക് അവിടെ എത്തണം. ആ സ്ഥലം കാണിച്ചു തരാൻ പറ്റുമോ? എന്നെ രക്ഷിക്കൂ. സ്ഥലം കാണിച്ചെന്നാ രക്ഷിക്കാം. എനിക്കറിയാം താവളം, ഞാൻ കാണിച്ചു തരാം. എങ്കില് വേഗം വാ. ഇവിടെ നല്ല ദൂരം ഉണ്ടോ അവിടേക്ക്? സാരല്ല, എന്റെ വണ്ടിയുണ്ട്. വാ, എണീക്കടാ. ഹലോ അയ്യൂബ് സാറേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എടോ ബലരാമ, ഒരു സീരിയസ് മാറ്റർ ഉണ്ട്. എന്താ സാറേ? ഇവിടെ മൊത്തം ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുക. പുതിയ DGP വന്ന് കയറിയത് കൊണ്ട് തനിക്കും അപകടം സംഭവിക്കാൻ പോവാ. ഇങ്ങനെ പേടിപ്പിക്കാത്ത കാര്യം എന്താന്ന് പറ സാറേ. ഡിപ്പാർട്ട്മെന്റിലെ പ്രശ്നക്കാരുടെ കൂട്ടത്തിൽ തന്റെ പേരുണ്ടല്ലോ. ഒരു സാധാ സബ് ഇൻസ്പെക്ടറായ തനിക്ക് കോടികളുടെ ആസ്തി, അതും ചുരുങ്ങിയ കാലയളവ് കൊണ്ട്. താനൊക്കെ മുകളിലിരിക്കുന്നവരുടെ നോട്ടപ്പുള്ളിയാവാൻ വേറെ വല്ല കാരണം വേണോടോ? ഞാൻ പിന്നെ ഈ കാസരെ റിട്ടയർഡ് ആകുന്നവരെ പിച്ചക്കാരനായിട്ടിരിക്കണോ സാറേ? എന്റെ കയ്യിൽ ഇച്ചിരി പണം ഇരിക്കുന്നതിന്റെ അസൂയ മേലിരിക്കുന്നവർക്ക്. അത് തന്നെയാ പ്രശ്നം. അതെവിടെ നിന്ന് എങ്ങനെയാന്നൊക്കെയുള്ള വിവരങ്ങൾ ഇവിടെ ചിലർക്ക് കിട്ടിയിട്ടുണ്ട്. താൻ ഏത് നിമിഷവും കുടുങ്ങും. താൻ മാത്രമായിരിക്കില്ല, തന്റെ മേഡം ഉണ്ടല്ലോ നീലാംബരി, അവർക്കും പിടിവീഴും. ആരാ സാറേ ഞങ്ങളെ പറ്റിയത്? അതറിയില്ല, പക്ഷെ സംഗതി രൂക്ഷമാണ്. പിള്ളാരപ്പിടുത്തക്കാർ എന്നായാലും പിടിയിൽ വീഴോടോ. ഇതെന്റെ അവസാനത്തെ ഉപകാരമാണ്. തന്ന കാശിന് നന്ദി കാണിക്കണമല്ലോ, അതുകൊണ്ട് അറിയിച്ചതാ. ഇനി ഇക്കാര്യം പറഞ്ഞാൽ വിളിക്കത്തില്ല. പിടി കൊടുക്കണോ വേണ്ടയോ എന്ന് താനും തന്റെ നീലാംബരി മേഡം കൂടെ അങ്ങ് തീരുമാനിക്കും. ഹലോ മാഡം, എല്ലാം കൈവിട്ടു. ഏത് നിമിഷം അവിടെ റെയ്ഡ് നടക്കാം. എനിക്കൊരു രഹസ്യ ഇൻഫർമേഷൻ വന്നതാ. അവരുടെ ലിസ്റ്റിൽ ഞാനും ഉണ്ട്. എവിടെയോ എന്തോ അടിതെറ്റിട്ടുണ്ട്. അതാ ഇങ്ങനെ. എന്റെ കയ്യിൽ നിൽക്കാത്ത വിധം കാര്യങ്ങൾ വേറെ ലെവലിൽ പോയിരിക്കുക. മാഡം എങ്ങനെ ചാടിയാലും 4 കാലിൽ നിൽക്കുമെന്ന് എനിക്കറിയാം. എന്നെ ഒറ്റപ്പെടുത്തരുത്. എനിക്കിതിനൊരു ആക്ഷൻ ഉണ്ടായ എന്നെ രക്ഷപ്പെടുത്തണം. ഹലോ ഹലോ, പുര കത്തുമ്പോ വാഴ വെട്ടാൻ നോക്കുക അയാളെ ഞാൻ രക്ഷിക്കണമെന്ന്. ഐരാവതൻ, വേഗം പോയി എല്ലാത്തിനെയും റെഡിയാക്ക. എത്രയും പെട്ടെന്ന് ഇവിടം വിടണം. എങ്ങോട്ടേക്ക് ഇവരെ കൊണ്ടുപോകുന്നത്? അതിനുള്ള സ്ഥലമൊക്കെ ഡോക്ടർ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള സകലതിനെയും വണ്ടി കയറ്റണം. വേഗം. നീലാംബരിയാ, വേഗം ഇവിടെ എത്തണം. ഇവിടുന്ന് മാറുകയാ. ശരി. ഹലോ. ഒടുവിൽ അത് സംഭവിച്ചു. എല്ലാത്തിനെയും വാരിക്കയറ്റി ഇവിടം വിടുകയാ. അതെ, ശരി. എല്ലാവരും വേഗം റെഡിയാക്കിയോ. ഇവിടത്തെ പൊറുതി മതിയാക്കി ഇവിടെ വിടുക.
മിഴിച്ചു നിൽക്കാതെ എല്ലാത്തിനും റെഡിയാക്ക്. കനി, ഉണ്ണിക്കുട്ട, ഇനി എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? നമ്മൾ സ്വപ്നം കാണുന്നതൊക്കെ വെറുതെ ആയല്ലോ. നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിന്റെ ഇടയിൽ നമുക്ക് രക്ഷപ്പെടണം. അതെങ്ങനെയാ ഉണ്ണിക്കുട്ട? അതിനൊരു വഴി ഉണ്ടാക്കണം. ഹലോ. മുംതാസിന്റെ നിഗമനങ്ങളും കണക്കൂട്ടലുകളും ശരി തന്നെയാണ്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന മാഫിയ സംഘങ്ങളെക്കുറിച്ചുള്ള ചിത്രങ്ങൾ ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. പിന്നെ ആ SI ബലരാമന്റെ കാര്യം, അത് 100% ശരി തന്നെയാണ്. ഈസ് വെരി ഡേഞ്ചറസ്. SI ബലരാമൻ കണ്ണിയായ മാഫിയ സംഘത്തിലേക്ക് കൃത്യമായി എത്താൻ പറ്റുമോ സർ? അതിനുള്ള മൂവ്മെന്റ്സ് ആണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ലക്ഷ്യം കാണും. അത് വേണം സർ. സേവനമെന്ന് പറഞ്ഞ് അതിന്റെ എല്ലാ അവകാശങ്ങളും ഔദാര്യങ്ങളും കൈപ്പറ്റി പാവങ്ങളെ ചൂഷണം ചെയ്യുന്ന SI ബലരാമനെ പോലെയുള്ള അട്ടകളെ നടപടികൾക്ക് വിധേയമാക്കുക തന്നെ വേണം. പിഞ്ചു കുഞ്ഞുങ്ങളെ വിറ്റ് കാശാക്കി തിന്നു കൊഴുക്കുന്ന നികൃഷ്ട ജന്മങ്ങളെ സമൂഹ മധ്യത്തിൽ തുറന്നു കാണിക്കണം. എന്തൊക്കെ സിദ്ധാന്തങ്ങൾ പറഞ്ഞാലും ഇവിടെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു വലിയ അന്തരമുണ്ട്. ഞാനോ സാറോ വിചാരിച്ചാൽ അത് പൂർണ്ണമായും ഇല്ലാതാക്കാനാവില്ലെന്ന് എനിക്കറിയാം. ഈ നാട് അപ്പാടെ നന്നാക്കി കളയാമെന്നുള്ള മൂഢധാരണയൊന്നുമില്ല. പാവം കുട്ടികളെ മാനസികമായും ശാരീരികമായും വേദനിപ്പിക്കുന്ന ഒരാളും രക്ഷപ്പെടാൻ പാടില്ല. നമുക്ക് നമ്മുടെ മനസാക്ഷിയോടെങ്കിലും നീതി കാണിക്കാലോ. യെസ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പറഞ്ഞത് അധിക പ്രസംഗമായി പോയെങ്കിൽ ക്ഷമിക്കണം. കൺമുന്നിൽ ഓരോന്ന് കാണുമ്പോ ഇറ്റ്സ് ക്വയറ്റ് നാച്ചുറൽ. പല തരത്തിലുള്ള ലിമിറ്റേഷൻസ് ആണല്ലോ നമ്മളെയൊക്കെ പലപ്പോഴും മൗനികളാക്കുന്നത്. ഇക്കാര്യത്തിൽ എന്തായാലും അതുണ്ടാവില്ല. ഞാൻ വിളിച്ചോളാം മുംതാസിനെ. ശരി സർ. പോലീസ് എപ്പോ വേണമെങ്കിലും ഇവിടേക്ക് എത്താം. എന്താ അൻപണ്ണന്റെ മനസ്സിൽ? ഇവിടുന്ന് രക്ഷപ്പെടണോ, പോലീസിന് പിടികൊടുക്കണോ, അതോ ഇവരെയും കൂട്ടി മാഡത്തിനൊപ്പം പുതിയ താവളത്തിലേക്ക് പോണോ? എന്തായാലും ഐരാവതിന്റെയും മേഡത്തിന്റെയും പീഡനങ്ങൾ സഹിക്കാൻ ഇനി വയ്യ. പോലീസ് വരട്ടെ, നമ്മളെല്ലാവരും ഇവിടുന്ന് പോലീസ് രക്ഷിക്കും. പോലീസിന് നിങ്ങളെല്ലാവരെയും രക്ഷിക്കാൻ കഴിയും ഉണ്ണിക്കുട്ട. പക്ഷെ എന്നെയും അൻപണ്ണനെയും അവര് നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിന്ന് വരില്ല. പിന്നെ നീലാംബരി മാഡത്തിന്റെയും ഐരാവതിന്റെയും ഒപ്പം അവർ ഞങ്ങളെ അറസ്റ്റ് ചെയ്യും. അവരുടെ കണ്ണിൽ ഞങ്ങൾ നീലാംബരി മാഡത്തിന്റെ ആളുകളല്ലേ? അല്ല, പോലീസ് ഞങ്ങളോട് ഞങ്ങൾ പറയും ചേച്ചി അൻവണ്ണനും ഇവിടെ ഞങ്ങളെ പോലെയാണെന്ന്. അതെ, നിങ്ങൾ രണ്ടാളും മാഡത്തിന്റെ ആൾക്കാരല്ലെന്ന് ഞങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിക്കും. ഇല്ല മോളെ, അവരത് വിശ്വാസത്തിലെടുക്കുമെന്ന് എനിക്കുറപ്പില്ല. എനിക്കുമില്ല. അപ്പോ പിന്നെ നമ്മളെന്ത് ചെയ്യാ? രക്ഷപ്പെടും. ഈ താവളത്തിൽ നിന്ന് നമ്മളെല്ലാവരും ഒന്നിച്ച് രക്ഷപ്പെടും. എങ്ങനെ രക്ഷപ്പെടുന്ന? അതിനൊക്കെ വഴിയുണ്ടാക്കാം. കനി, ഇനിയുള്ള ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഏത് നിമിഷവും നമ്മളിവിടുന്ന് മാറ്റാനുള്ള വണ്ടി വരും. ഒരുപക്ഷെ നിങ്ങളെയൊക്കെ മരുന്ന് കുത്തിവെച്ച് ബോധം കെടുത്തിയോ കൈയും കാലും വായും കണ്ണുമൊക്കെ മൂടിക്കെട്ടിട്ടോ ആയിരിക്കും ഐരാവതിനെ ഇവിടുന്ന് വണ്ടിയിലേക്ക് എടുത്തിടുക. അറിയാൻ അൻപണ്ണ, പുതിയൊരു താവളത്തിലേക്ക് മാറ്റിയ പിന്നെ നമ്മൾ ഒരു കാലത്തും പുറം ലോകം കാണാൻ പോണില്ലെന്ന് ഉറപ്പാ. ഇവിടുന്ന് നമുക്ക് രക്ഷപ്പെടണം. ഐരാവിന്റെ തല അടിച്ച് പൊട്ടിച്ചിട്ടാണെങ്കിലും നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടും, നമ്മുടെ മണിക്കുട്ടിയും കൊണ്ട്. ഇതെന്താ ഫോൺ എടുക്കാത്തെ? എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കുന്നു, എന്താ ഫോൺ എടുക്കാത്തെ? ഞാനിങ്ങോട്ട് എത്താറായപ്പോഴാ കോള് വന്നത്. എന്തായി? സ്ഥലം റെഡിയായോ? റെഡിയാണ്. ഹോസ്പിറ്റലിന്റെ ഒരു ഗോഡൌൺ ഉണ്ട്, തൽക്കാലം അവിടേക്ക് മാറ്റാം. ഐരാവതൻ, കുട്ടികളെ കൊണ്ടുപോകാനുള്ള വണ്ടി ഇപ്പൊ എത്തും. എല്ലാത്തിനും വേഗം വണ്ടി കയറ്റം. ശരി. ഇതെന്താ പെട്ടെന്നിങ്ങനെ? ആരോ കലി തീർക്കുന്നതാ. സാരമില്ല, ഇവിടുന്നൊന്ന് മാറുന്നത് തന്നെയാ നല്ലത്.
ഈ കളി കഴിയുമ്പോൾ അറിയാലോ കളിച്ചതാരാണെന്നും എന്തിനാണെന്നും ഒക്കെ. നടക്ക്. അൻപണ്ണ ദേ എല്ലാവരെയും വണ്ടി കയറ്റം കൊണ്ടുപോവാ, നമ്മളെയും കൊണ്ടുപോകും. ഉണ്ണിക്കുട്ട എന്തെങ്കിലും ഒരു വഴി പറ, എങ്ങനെയാ നമ്മളെ രക്ഷപ്പെടാ? നിങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക്. ഞങ്ങളുടെ കാര്യം വിട്ടേക്ക്. അതെ, അത് ശരിയാവില്ല. രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മളെല്ലാരും ഒന്നിച്ചായിരിക്കും. എണീക്ക്. നടക്ക്. ആഹാ, നിങ്ങളിവിടെ എന്ത് കണ്ടു നിൽക്ക? നിങ്ങളോടല്ലേ പറഞ്ഞു മറ്റേ പിടിച്ച് വണ്ടി കയറ്റാൻ? പറഞ്ഞാ മനസ്സിലാവില്ലല്ലോ നിനക്കൊന്നും. പോലീസ് വരുന്നതിന് മുമ്പ് തടി രക്ഷിക്കണം, അല്ലെങ്കിൽ കുടുങ്ങും എല്ലാവരും. നിന്നോടിന് പ്രത്യേകം പറഞ്ഞോടി, എല്ലാറ്റിനും പിടിച്ച് വണ്ടി കയറ്റ്. വേഗം അപ്പുറത്തെ മുറിയിലുള്ളതിനെ കൂടി പിടിച്ച് തെളിച്ചോണ്ട് വാ. നടക്ക് നടക്കോട്. കഞ്ചേച്ചി, നമ്മളവിടെ ചെല്ലും. എല്ലാവരും വണ്ടി കയറുന്ന തിരക്കിൻ്റെ ഇടയിൽ അവിടുന്ന് സൂത്രത്തി വലിയണം. എന്നിട്ട് മൺകുട്ടി അടുത്ത് രക്ഷപ്പെടണം. ഉണ്ണിക്കുട്ട, ഒന്നും പറയണ്ട, രക്ഷപ്പെട്ടേ പറ്റൂ. സംശയത്തിന് ഇട കൊടുക്കണ്ട. വാ വാ അൻപണ്ണ. എടാ നേരെ വഴി തന്നെയാണോ? ഇത് തന്നെയാണോ വഴിയെന്ന് എനിക്ക് ഈ വഴിയിൽ സംശയമുണ്ട്. അവന്റെ പള്ളക്കിട്ട് രണ്ട് കൊടുത്ത് ശരിക്കും നോക്കണം വഴി. എന്താ വായി ഇടങ്ങേറായല്ലോ പിച്ചളെ. നാശം സ്റ്റാർട്ടാവുന്നില്ല. പിച്ചളെ വണ്ടി പണിയെന്നല്ലോ, ഇനി എന്ത് ചെയ്യും? താവളത്തിലെത്താൻ ഇനി ഒരുപാട് ദൂരം തടണം. കുറച്ച് ദൂരമുണ്ട്. എന്താ പിച്ചളെ പണി പാടോ? വെട്ടിരുമ്പേ ദൂരെ എത്ര ഉണ്ടെങ്കിലും ഇവനെയും കൊണ്ട് നമ്മളവിടെ എത്തിയിരിക്കും. എനിക്ക് നടക്കാൻ വയ്യ. നിങ്ങൾ രണ്ടാളും എന്നെ ഇടിച്ചൊരു പരുവാക്കിയില്ലേ, പിന്നെ ഞാൻ എങ്ങനെ നടക്കും? നടക്കാൻ വയ്യ നിനക്ക്? താവളത്തിലെത്താൻ വല്ല എളുപ്പവഴിയണ്ടാ? ഇല്ല ഇല്ല, അയ്യോ അടിക്കാതെ ഉണ്ട്. ഞാൻ പറയാ, ആ വഴി പോയാ താവളത്തിൽ പെട്ടെന്ന് എത്താം. ഞങ്ങളൊക്കെ ആ വഴിയാ പോകുന്നത്. ആ വഴി പോയിട്ടാ ഞാനന്ന് കുഞ്ചിന് മാഡത്തിന് കൊടുത്തത്. വെട്ടിരുമ്പേ നമുക്ക് ഇപ്പൊ തന്നെ പോവാ. പെട്ടെന്ന് അവിടെ എത്തണം. നടക്ക മുന്നോട്ട്. വേഗം കൊണ്ടുവാ. നടക്ക്. ഇറങ്ങേ. വാ ഇങ്ങോട്ട്. വേഗം അകത്ത് കയറ്റ്. നടക്ക്. വാ ഇങ്ങോട്ട്. നടക്കടാ അങ്ങോട്ട്. എന്നാ പിടിച്ചോ. കേരടി അങ്ങോട്ട് നോക്കിക്കത്. വാടി ഇവിടെ. നടക്ക്. ഒന്ന് വേഗം. ആടങ്ങോട്ട്. ആടി. നടക്ക്. വേഗം കയറ്. എങ്ങോട്ട്? നിന്നോടല്ല പറഞ്ഞ മിണ്ടായിരിക്കും. അടങ്ങിയിരിക്കണം.
ഭാഗ്യം. വാ. കുട്ടി ഇനി അവര് കണ്ണി പെടരുത്. കൂട്ടത്തിൽ നമ്മളില്ലാന്ന് അറിഞ്ഞാ അവര് തെരഞ്ഞു വരും. വേഗം വാ. ഉണ്ണിക്കുട്ട, ഇതുവഴി പോണ്ട, അത് അപകടം. നമുക്കിതിലേ പോവാം. വാ മോളെ, വാ. അടക്കേ, ഡോറടക്കേ വേഗം. ആയില്ലേ? ഇനി പോകാം. ഞാനും ഡോക്ടറും കാറിൽ മുന്നിൽ പോകാം. നിങ്ങൾ പിന്നാലെ വന്നാ മതി. ശരി ശരി. അല്ല മാഡം, അവറ്റകളെ കണ്ടില്ലല്ലോ. ആരെ? ആ തല നിറച്ച പെണ്ണിനെയും ചെക്കനെയും. പിന്നെ കനിയും അൻപഴകൻ കയറിയിട്ടില്ല. കേറിയില്ലെന്നോ? ഇവറ്റകളൊക്കെ പിന്നെ എവിടെ പോയി? ശരിയാ, ആ പൊടിക്കുഞ്ഞിനെയും കാണുന്നില്ലല്ലോ. അതിനെ എടുത്തോണ്ട് വന്നില്ലേ? എന്റെ ഐരാവതം ഒന്ന് വേഗം ആവട്ടെ, നമുക്കധികം സമയമില്ല. അനന്തു, ചെന്നാ നാശങ്ങൾ എവിടെയാണെന്ന് നോക്കാം. ശരി മേഡം. കുഞ്ഞിതെവിടെ പോയി? അപ്പോ അവരെവിടെയും കാണുന്നില്ല. ആ കുഞ്ഞും അവിടെ ഒന്നുമില്ല. നീ അവിടെ പോയി നോക്ക. അതെ, ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുകയായി. ശരി, അവിടെ വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ. മാഡം, ആ കുഞ്ഞ് മുറിയിലില്ല. മറ്റേ എരണം കെട്ട വകകളെയും കാണുന്നില്ല. അവരങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ വഴിയില്ല. അവര് രക്ഷപ്പെട്ടാൽ അപകടമാ. Come on, sir. അൻപിണ്ണ, രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരിക്കും അല്ലേ? നോ ചാൻസ്. വാതിലുകളെല്ലാം അടഞ്ഞു. എന്ത് സാഹസത്തിന് വേണമെങ്കിലും നിങ്ങൾ മുതിരുമെന്ന് എനിക്കറിയാം. അതിനൊന്നും നിൽക്കണ്ട. എല്ലാവരും വന്ന് ജീപ്പിക്കാറ്. എന്തിന്? അതിന് പ്രത്യേകിച്ച് പറയണോ? കാണുന്നില്ലേ? എനിക്കൊന്ന് ഫോൺ ചെയ്യണം. നോ നോ ചാൻസ്. അറിയാം, അങ്ങ് കൊമ്പത്ത് വരെ നിങ്ങൾക്ക് നല്ല സ്വാധീനം ഉണ്ടെന്ന്. ഒരു ഫോൺ കോളിൽ ആൾക്കാരെ വിറപ്പിച്ച് നിർത്താനും കാര്യങ്ങൾ സാധിച്ചെടുക്കാനും ഒക്കെയുള്ള
നിങ്ങളുടെ കേമത്തരമൊക്കെ ഇവിടെ അങ്ങ് അവസാനിച്ചു. നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയത് കൊണ്ട് എല്ലാ പഴുതുകളും അടച്ചിട്ടാ ഞങ്ങൾ വന്നത്. അതുകൊണ്ട് അതിബുദ്ധി ഒന്നും കാണിക്കാൻ നിൽക്കണ്ട. ആ കുട്ടികളേക്ക് ഇറങ്ങി ജീപ്പിക്കറ്റ്. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന് വിറ്റ് തിന്ന് കൊഴുക്കുന്ന നിനക്കൊക്കെ അർഹമായ ശിക്ഷ തന്നെ കിട്ടണം. അത് കിട്ടിയിരിക്കും. ബാലാജി, സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. അതെ, ഒരു രാത്രി കൊണ്ടൊന്നും ലോകം അവസാനിക്കുന്നില്ല. സൂര്യൻ അസ്തമിക്കുന്നത് പിറ്റേന്ന് ഉദിക്കാനായിട്ട് തന്നെയാണ്. തൽക്കാലത്തേക്ക് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാനായേക്കും നിങ്ങൾക്ക്. അതൊരു അന്തിമ വിജയമായി കരുതണ്ട. ചിലതൊന്നും ഈ നീലാംബരി മറക്കില്ല. ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതൊക്കെ ഓർക്കുമ്പോൾ ഒരുതരം വാശി കയറും എനിക്ക്. മറക്കാതിരിക്കുന്ന പേരുകളുടെ കൂട്ടത്തിൽ ഇനി ഈ പേരും ഉണ്ടാകും, CI ബാലാജി. എന്തായാലും നിങ്ങൾ വന്ന കാര്യം നടക്കട്ടെ. ആയിക്കോട്ടെ.